എല്ലാവരെയും ഒന്നുപോലെ സന്തോഷിപ്പിക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. നമ്മുടെ വിഷമങ്ങൾ മറ്റൊരാളോട് പറയുക, അയാളെ കേൾക്കുക, ഇതൊരു പ്രധാന ഘടകമാണ്. പുറമേ ഹാപ്പിയായി നടക്കുന്ന എല്ലാവരും ഹാപ്പി ആയിരിക്കണമെന്നില്ല. നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുമ്പോൾ ജഡ്ജ് ചെയ്യാതെ കേൾക്കാൻ പറ്റുന്ന ഒരാളെങ്കിലും ഉണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമുക്ക് സ്ട്രെസ്സ് കൂടുമ്പോൾ ഏറ്റവും അടുത്ത ഫ്രണ്ടിനെ വിളിച്ചൊന്ന് പറയാൽ നമുക്ക് അവിടെ നിന്നൊരു സൊല്യൂഷൻ കിട്ടിയെന്നിരിക്കും. നമ്മുടെ മനസ്സിനെ നാം തന്നെ ആശ്വസിപ്പിക്കണം. അങ്ങനെ ഒരു സ്കിൽ നമുക്കുണ്ടെങ്കിൽ ഒരു കൗൺസിലർക്കോ ഒരു സൈക്കോളജിസ്റ്റിനോ പോലും നമ്മെ സഹായിക്കാൻ കഴിയും. അതിനുവേണ്ടി നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, പ്രതിസന്ധികളിൽ തളരാതെ അതിനെ അതിജീവിക്കാനുള്ള സ്കിൽ ഉണ്ടാക്കിയെടുക്കണം. 2, നമ്മുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്ന സുഹൃത്തുക്കൾ നമുക്കുണ്ടായിരിക്കണം. 3, കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ മറ്റ് പ്രശസ്തികളുടെ പിറകെ പോകാവൂ. 4, എല്ലാ മാതാപിതാക്കളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, മക്കളുടെ മാരേജ് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളിൽ കൈകടത്തരുത്. അവരെ സ്വതന്ത്രമായി വിടുക. മക്കളുടെ ജീവിതത്തിൽ ഒരു ഇത്തിൽക്കണ്ണിയായി മാറരുത്. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മക്കളോടൊത്ത് താമസിക്കാവൂ. അവരുടെ പിന്നാലെ പോകരുത്. അവരുടെ തീരുമാനങ്ങളിൽ ഇടപെടരുത്. എവിടെ താമസിക്കണമെന്നും എങ്ങനെ താമസിക്കണമെന്നും അവർ തീരുമാനിക്കട്ടെ.